നിങ്ങളുടെ ബർത്ത്ഡേ എന്ന് വെച്ചാൽ നിങ്ങൾ സ്കൂളിൽ എങ്ങനത്തെ ഒരാളാണ് നമുക്ക് നോക്കിയാലോ. യെസ്, ഓക്കെ. ജനുവരി ജനിച്ച ആൾക്കാർ ടീച്ചറിന് എപ്പോഴും ഭയങ്കര സോപ്പിംഗ് ആയിരിക്കും. എന്ത് കാര്യത്തിനും ഒരു ടീച്ചറിനെ സോപ്പിട്ട് കാര്യങ്ങൾ നേടാൻ നോക്കും അല്ലേ. ഓക്കെ. ഫെബ്രുവരി ജനിച്ച ആൾക്കാർ ഭയങ്കര പഠിപ്പിച്ചായിരിക്കും. ക്ലാസ് ടോപ്പേഴ്സ് ആയിരിക്കും. ബാക്ക് ബെഞ്ചേഴ്സിനും മിഡിൽ ബെഞ്ചേഴ്സിനും സെൻട്രൽ ബെഞ്ചേഴ്സിനും എല്ലാവർക്കും അവരോട് വെറുപ്പായിരിക്കും. കാരണം അവർ പഠിപ്പിച്ചതാണ്. ക്ലാസ് ടോപ്പേഴ്സ് ആയിരിക്കും. മാർച്ച് ജനിച്ച ആൾക്കാർ ഡൗട്ട് തീർക്കാൻ വേണ്ടി ജനിച്ചവരായിരിക്കും. എന്തിനും ഏതിനും മുള്ളിയാലും അപ്പിട്ടാലും എല്ലാ കാര്യത്തിലും അവർക്ക് ഡൗട്ട് ആയിരിക്കും. ടീച്ചറെ ഡൗട്ട് നമ്മൾ മര്യാദയ്ക്ക് തുടങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അവരുമാർ വിളിച്ച് ടീച്ചർ ഡൗട്ട് എന്ന് പറയുമ്പോൾ ടീച്ചർ വീണ്ടും ഓരോ തിയറീസ് പറഞ്ഞ് നമ്മളെ ശല്യപ്പെടുത്തും. ഓക്കെ. ഏപ്രിൽ ജനിച്ച ആൾക്കാരെന്ന് പറയുമ്പോൾ ടീച്ചേഴ്സിന് ഫേവറേറ്റ് ആയിരിക്കും. ഫേവറേറ്റ് എന്ന് പറയുമ്പോൾ അവരായിരിക്കും എല്ലാ കാര്യത്തിലും ടീച്ചർ അവരെ വിളിച്ചിട്ടുണ്ട്. സ്പോർട്സിനാണെങ്കിൽ എന്തെങ്കിലും സാധനം വാങ്ങാൻ വിടാനാണെങ്കിലും എല്ലാ കാര്യത്തിലും ഒരു ടീച്ചർ അവരെ വിളിച്ചിട്ടുണ്ട്. അവരുടെ ടീച്ചേഴ്സ് ഫേവറേറ്റ് ആയിരിക്കും. ബാക്കിയുള്ള ആൾക്കാരുടെ ടീച്ചർ ഭയങ്കര ഒരു ഇത് കാണിക്കും, അകൽച്ച കാണിക്കും. ഓക്കെ. മെയിലുള്ള ആൾക്കാരെന്ന് പറയുമ്പോൾ ഭയങ്കര ഇടിക്കാരായിരിക്കും. അവർ WWE നമ്മുടെ ഇത് കണ്ടിട്ടില്ലേ, നമ്മുടെ ക്ലാസ്സിലൊക്കെ WWE കോമ്പറ്റീഷൻ നടക്കാനില്ലേ, ഓരോ ചെറിയ കാര്യങ്ങൾ തമ്മിലായിരിക്കും. പെൻസിലെടുത്ത് പേര ചൂർത്തി പഞ്ചസാര ചൂർത്തി എന്നൊക്കെ പറഞ്ഞായിരിക്കും ഇടി. ഓക്കെ. ഇതുപോലത്തെ ഇൻഫർമേറ്റീവ് കണ്ടന്റ് അക്കൗണ്ട് ഫോളോ ചെയ്യുക. ബാക്കിയുള്ള ഡേറ്റിംഗ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് ലൈക്ക് ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ. അപ്പോൾ നമുക്ക് ഇനി ജൂണിലുള്ള ആളെ നോക്കാം. ചെയ്താലോ എല്ലാവരും? സബ്സ്ക്രൈബ് ചെയ്തോ? ഞാൻ ഇങ്ങനെ ഉണ്ടാവും നിങ്ങളോട് ഉറപ്പാണ്, നിങ്ങൾ ചിരിപ്പിക്കാൻ. ഓക്കെ. ജൂണിലുള്ള ആൾക്കാർ എന്ന് പറയുമ്പോൾ എപ്പോഴും ഭയങ്കര ആന കുത്തിയാൽ പോലും അവന്മാരറിയത്തില്ല. മെയിനായിട്ട് മാത്സ് ക്ലാസ്സിൽ നിന്നായിരിക്കും ഉറങ്ങുന്നത്. ഞാൻ സയൻസ് ക്ലാസ്സിൽ ഉറങ്ങാറുണ്ട് കേട്ടോ. എല്ലാ ബയോളജി മാത്രമേ ഞാൻ ആ പാഠം മര്യാദയ്ക്ക് ഇരിക്കാറുള്ളൂ. ഓക്കെ. ജൂലൈ ഉള്ള ആൾക്കാർക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കും. അവർക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കും. പക്ഷേ ഉള്ളിലൊന്നുമില്ല. അവന്മാർ വേടിത്തണ്ടന്മാരായിരിക്കും. കോൺഫിഡൻസ് എന്ന് പറയുമ്പോൾ പരീക്ഷക്കൊക്കെ പൊട്ടിപ്പോകുമ്പോൾ. ഓഗസ്റ്റ് ജനിച്ച ആൾക്കാർക്ക് എന്ന് പറയുമ്പോൾ ഭയങ്കര സ്പോർട്സിൽ കമ്പായിരിക്കും. ക്രിക്കറ്റ്, ഫുട്ബോൾ, ബേസ്ബോൾ, മറ്റേത് അഡിൽസ്, ജമ്പ്, മറ്റെല്ലാത്തിനും ഭയങ്കര ഇതായിരിക്കും. ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. അവന്മാർ പ്രൈസ് ഒക്കെ വെച്ച് നമ്മുടെ സ്കൂളിൽ അഭിമാനമായിരിക്കും ശരിക്കും പറഞ്ഞാൽ. സെപ്റ്റംബറിൽ ജനിച്ച ആൾക്കാർ 100% അറ്റൻഡൻസ് ആയിരിക്കും. എപ്പോഴും അവർക്ക് സ്കൂളിൽ പോകണം. അവധി ദിവസങ്ങൾ വരെ ഞായറാഴ്ച വരെ സ്കൂളിൽ പോകണമെന്നാണ് അവന്മാരുടെ വിചാരം. അവന്മാർക്ക് ആഗ്രഹം. ഒക്ടോബറിൽ ജനിച്ച അവന്മാർ ലേറ്റ് ആയിട്ട് ക്ലാസ്സിൽ വരത്തുള്ളൂ. സ്കൂളിൽ കഞ്ഞി വേകുമ്പോൾ മാത്രം അവന്മാർ ക്ലാസ്സിൽ വരത്തുള്ളൂ. അതാണ് അവന്മാരുടെ സ്വഭാവം എന്ന് പറയുന്നത്. നെക്സ്റ്റ് നവംബറിൽ ജനിച്ച ആൾക്കാർ ലെജൻസ് ആയിരിക്കും. യെസ്, നവംബറിൽ ജനിച്ച ആൾക്കാർ ആരാണ്? നവംബറിൽ ജനിച്ച ആൾക്കാർ ബാക്ക് ബെഞ്ചേഴ്സ് ആയിരിക്കും. ഞാൻ നവംബറിലല്ല ജനിച്ചത്, മെയിലാണ്. ഞാൻ ബാക്ക് ബെഞ്ചർ ആയിരുന്നു കേട്ടോ. അല്ലേ. ഓക്കെ. ഇനി അടുത്തത് ഡിസംബറിൽ ജനിച്ച ആൾക്കാരെ നിങ്ങൾ ശ്രദ്ധിക്കണം. അവര് നിങ്ങളുടെ ബാക്കിൽ നിന്ന് കുത്തുന്ന ആൾക്കാർ മീൻസ് അവർ ചീറ്റേഴ്സാണ്. ശ്രദ്ധിക്കുക. ഓക്കെ. അപ്പോൾ ഇതുപോലത്തെ ഇൻഫർമേറ്റീവ് ഫൺ കണ്ടന്റ് അക്കൗണ്ട് ഫോളോ ചെയ്ത് നോക്കുക. വീണ്ടും സന്ധിക്കവരെ വണക്കം.